ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 15-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ചെങ്കടലിനെ ഭാഗിച്ച് അത്ഭുതകരമായി വഴി നടത്തിയ യഹോവയെ ഇസ്രായേൽ ജനം പാടി സ്തുതിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അവർ അവിടെ നിന്ന് മാറായുടെ അനുഭവത്തിലേക്ക് പോയി കയ്പുള്ള വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി ദൈവം അവർക്ക് തീർത്തു കൊടുത്തു. അവിടെ നിന്ന് അവർ ആ മാറായുടെ അനുഭവത്തിൽ നിന്ന് ഏലീമിൻ്റെ അവസ്ഥയിലേക്കെത്തി. അത് സന്തോഷത്തിൻ്റെ വലിയ അനുഭവമായിരുന്നു. 12 നീരുറവകൾ, 70 ഈത്തപ്പനകൾ, ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് ലഭിച്ചു. അവർ വളരെ സന്തോഷവാന്മാരായി. അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. യാത്ര ഇറങ്ങിയതിൻ്റെ 2-ാം മാസം 15-ാം തീയതി സീൻ മരുഭൂമിയിൽ അവരെത്തുന്നു. സീൻ മരുഭൂമിയിൽ അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് വെള്ളമില്ല, അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളാണ്. അവർ വീണ്ടും മോശയോടും അഹ്റോനോടും ഒക്കെ പരിഭവം പറയാനായിട്ട് അവർ ആരംഭിച്ചു. അവർക്ക് ഭക്ഷണമില്ലാതെ വന്നപ്പോൾ, മിസ്രയീമിൽ വെച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഞങ്ങൾ ലഭിച്ചിരുന്നു, കഠിന പ്രയത്നം ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇറച്ചിക്കലങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇരുന്നവരാണ്, ആവശ്യത്തിലധികം അപ്പം ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനുണ്ടായിരുന്നു. എന്നാൽ ഈ മരുഭൂമിയിൽ നീ ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നതാണോ എന്നൊക്കെ പറഞ്ഞ് മോശയോടും അഹ്റോനോടും ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം തന്നെയാണ്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും പഴയ കാലം എത്ര നല്ലതായിരുന്നുവെന്ന് പറഞ്ഞ് പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ നമ്മൾ യഥാർത്ഥമായി ചിന്തിച്ചാൽ പഴയ കാലത്തേക്കാൾ എത്രയോ നല്ലതാണ് ഇന്നത്തെ കാലമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ പഴയതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി പരിഭവം പറയുന്ന ഒരു രീതി നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലും ഇല്ലേ എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതാണ്. ഇന്ന് അങ്ങനെ യഹോവയുടെ നടത്തിപ്പ് അത്ഭുതകരമായി എത്രയോ പ്രാവശ്യം അവർ അനുഭവിച്ചു. എന്നിട്ടും പിറുപിറുക്കുന്ന സ്വഭാവം ഇന്ന് സഭയിലും കൂടുതൽ വിശ്വാസികളും പിറുപിറുക്കുന്നവരാണ്. ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ദൈവം ചെയ്ത നന്മകളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് വീണ്ടും ആ വലിയ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നതായി നമുക്കറിയാം. 7-ാം വാക്യത്തിൽ മോശ പറയുന്നു, യഹോവയുടെ തേജസ് നിങ്ങൾ കാണും. ആ തേജസ്സിൻ്റെ കാഴ്ച നമുക്കില്ലാത്തതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ, നിരാശയുടെ, പിറുപിറുപ്പിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത്. ആ തേജസ് നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴുമാണ്. ആ ദൈവത്തിൻ്റെ തേജസ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും ഈ തേജസ് നമ്മൾ പ്രഭാതത്തിൽ അനുഭവിക്കുമെങ്കിൽ ആ ദിവസം പരിഭവവും പരാതിയുമില്ലാതെ സന്തോഷമായി ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. 8-ാം വാക്യത്തിൽ മോശയും അഹ്റോനും പറയുന്നു, നിങ്ങൾ പിറുപിറുക്കുന്നത് ഞങ്ങളോടല്ല. കാരണം ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഞങ്ങളോട് പിറുപിറുക്കുന്നത് യഹോവയോടാണ്. കാരണം ഇവരെ ആക്കിയിരിക്കുന്നത് യഹോവയായ ദൈവമാണ്. ഇന്നും ക്രൈസ്തവ സമൂഹത്തിലും ആധുനിക യുഗത്തിലും ദൈവികമായ പദ്ധതിയോടും ദൈവികമായ ക്രമീകരണങ്ങളോടും നമ്മൾ മത്സരിക്കുമ്പോൾ അത് ദൈവത്തോട് തന്നെയുള്ള മത്സരമായിട്ട് അത് മാറുമെന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതിനുശേഷം യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് അപ്പവും നിങ്ങൾക്ക് മാംസവും നൽകും. അതിനുകൊണ്ട് അന്ന് നമ്മൾ വായിക്കുന്നു, മന്ന മാത്രമല്ല, കാടപ്പക്ഷി അവർക്ക് സന്ധ്യയായപ്പോഴത്തേക്കും കൂടാരം നിറയെ അവർക്ക് കാടപ്പക്ഷികൾ വന്ന് നിറഞ്ഞുവെന്നാണ്. വൈകിട്ട് ഭക്ഷിക്കുവാൻ കാടപ്പക്ഷിയും പകൽ ഭക്ഷിക്കുവാൻ മന്നായും കൊടുക്കുന്ന അവസ്ഥയാണ് ഇനി നമ്മൾ കാണുന്നത്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ മുന്നമേ അറിയുന്നവനാണ്. അത്ഭുതകരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നവനാണ് ദൈവം. സകല വാതിലും അടയുന്നിടത്ത് അത്ഭുത വഴികളെ തുറക്കുവാൻ സാധിക്കുന്നവൻ നമ്മുടെ കർത്താവ് മാത്രമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. അതിനുശേഷം അവനവന് ആവശ്യമുള്ളത് ഓരോ ദിവസവും ഇത് പെറുക്കുവാൻ
ദൈവം ആവശ്യപ്പെട്ടു. അവർ നേരം വെളുത്തപ്പോൾ നോക്കുന്നത് മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. മഞ്ഞ് മാറിയപ്പോൾ വെളുത്ത് ഉരുണ്ട ഒരു സാധനം മരുഭൂമിയുടെ പ്രതലത്തിൽ കിടക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, ദൈവം വീഴ്ത്തി തന്നതായ അപ്പമാണത്, നിങ്ങൾക്കതെടുത്ത് ആവശ്യത്തിന് ഭക്ഷിക്കാം. എന്നിട്ട് യഹോവ പറഞ്ഞിരിക്കുന്നു, ഓരോരുവനും അവനവന് ആവശ്യമുള്ളത് മാത്രം അന്നന്ന് പെറുക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഓരോ ഒമറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഇടങ്ങഴി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ അവസാന ഭാഗത്ത് കാണുന്ന പോലെ ആ ഏഫായുടെ 10 ഏഫ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഒരു പറ എന്ന് പറയാം. അതിൽ ഓരോ ഓമാർ എന്ന് പറഞ്ഞാൽ ഓരോ ഇടങ്ങഴി അവനവന് ആവശ്യമുള്ളത് അന്നന്ന് പെറുക്കുവാനായിട്ട് സാധിക്കും. അതിനപ്പുറം നിങ്ങൾ ചെയ്യാൻ പാടില്ല. വെറുതെ ദൈവം ഭക്ഷണം വീട്ടിൽ കൊണ്ട് തരില്ല, അത് വീഴ്ത്തിത്തരും. അത് പെറുക്കി നിങ്ങളത് ഭക്ഷിക്കാനുള്ള ക്രമീകരണം ചെയ്യണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും യഹോവയായ ദൈവം പറഞ്ഞ്, നിങ്ങൾ പക്ഷികളായിരിക്കുക, നാളെപ്പറ്റി വിചാരപ്പെടേണ്ട കാര്യമില്ല. പക്ഷിക്ക് നമ്മളാരും കൂട്ടിൽ കൊണ്ടുവച്ച് ഭക്ഷണം നമ്മൾ കൊടുക്കുന്നതല്ല. നമ്മൾ വളർത്തുന്ന പക്ഷിക്ക് മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുന്നുള്ളല്ലോ. ബാക്കിയൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ മുന്നമേ എഴുന്നേറ്റ് അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഓരോ പക്ഷിയും ഭക്ഷിക്കുന്നത്. അത് ചെല്ലുന്നിടത്ത് ദൈവം അവയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം വീഴ്ത്തി കൊടുക്കുന്ന മന്നായെ നിങ്ങൾ പെറുക്കിയെടുക്കണം. എല്ലാ ദിവസവും രാവിലെ ഈ മന്ന നമ്മൾ പെറുക്കുന്ന അനുഭവമാണ് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുക എന്നുള്ളത്. അന്നേക്ക് ആവശ്യമായ ആ ആത്മീയമായ ഭക്ഷണം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് അതിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. മന്ന രാവിലെ അത് പെറുക്കണം. വെയിലൊദിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നതാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ അന്വേഷിക്കുക. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷാ ദിവസം. ഈ മന്ന ആരെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവിനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന അപ്പമാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരും സ്വർഗത്തിൽ നിന്ന് മന്ന ഭക്ഷിച്ചിട്ടുണ്ട്, സ്വർഗീയ അപ്പം ഭക്ഷിച്ചവരാണ്. അപ്പോൾ യേശു പറഞ്ഞു, ആ ഭക്ഷണം കഴിച്ചവരൊക്കെ മരിച്ചുപോയി. കാരണം അത് ശാരീരികമായ ജീവൻ നിലനിർത്താൻ വേണ്ടി താൽക്കാലികമായി മാത്രം കൊടുത്ത ഒരു ഭക്ഷണമാണത്. ഞാൻ കൊടുക്കുന്ന അപ്പം ഭക്ഷിക്കുന്നവനോ ഒരു നാളും മരിക്കുകയില്ല. കർത്താവ് നമുക്ക് തരുന്ന മന്നയാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ, വിശുദ്ധ കുർബാന എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ ദൈവം പറഞ്ഞതിന് അപ്പുറത്തായി കൂടുതൽ ശേഖരിച്ച് വെച്ചവർക്ക് പിറ്റേ ദിവസത്തേക്കെല്ലാം ക്രമിച്ചു പോയി നമ്മൾ വായിക്കുന്നു. അല്ലാതെ ആദ്യമേ ദിവസം അവർ പെറുക്കിയപ്പോൾ കൂടുതൽ പെറുക്കിയവനും കുറവ് പെറുക്കിയവനും വന്ന് അളന്നു നോക്കിയപ്പോൾ ഒരേ അളവ് അവർക്കുണ്ടായെന്നും പറയുന്നു. ദൈവം എത്ര കൃത്യമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ നോക്കുക. അപ്പം അന്ന് ആവശ്യമുള്ളത് ദൈവം നമുക്ക് നൽകുമെന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ്. നാളത്തെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥനയില്ല. നാളത്തെ അപ്പത്തിന് വേണ്ടി ഒരിക്കലും സഭയിൽ പ്രാർത്ഥനയില്ല. ഇന്നത്തെ അപ്പത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. കാരണം നാളത്തെ ദിവസം നമ്മളുടേതല്ല. അതുകൊണ്ട് കർത്താവ് നേരത്തെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ, അന്നന്നത്തെ ദോഷം അന്നന്ന് അനുഭവിച്ചാൽ മതി. ഇന്നത്തെ നന്മയും ഇന്നത്തെ ദോഷം ഇന്ന് അനുഭവിക്കുക. നാളത്തെ ദിവസം നമ്മുടേതല്ല, ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്കുള്ളല്ലോ. ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടതാണ്. ആ മന്നയെ കുറിച്ച് പറയുന്നത്, തേൻ കൂട്ടിയ ദോശ പോലെ മധുരമുള്ളതായിരുന്നു. അത് കൊത്താമ്പലി പോലെ ഇരുന്ന വളരെ ചെറിയ ഒരു വെളുത്ത അപ്പം പോലെ, അത് തേൻ കൂട്ടിയ ദോശ പോലെ വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ് ദൈവം അവർക്ക് അതിന് കൊടുത്തിരുന്നത്. ഭാവിയിലേക്ക് അത് ശേഖരിച്ച് വയ്ക്കാൻ പാടില്ല. എന്നാൽ ശാബത്ത് ദിവസം വരുമ്പോൾ 6-ാം ദിവസം നിങ്ങൾ അത് പിറ്റേ ദിവസത്തേക്കുള്ളൂടെ അവർക്ക് ശേഖരിക്കാം. പക്ഷേ അതൊരിക്കലും അത് ക്രമിച്ചു പോയില്ല. അതുകൊണ്ട് അവർ 6-ാം ദിവസം ഉണ്ടാക്കിയ അപ്പവും പിറ്റേ ദിവസം ഭക്ഷിക്കുവാൻ തക്കവണ്ണം ക്രമിച്ചു പോകാതെ അത് ദൈവം അവരെ കാത്തു പരിപാലിച്ച് ആ സംഗതി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, കനാനിൽ എത്തുന്നിടം വരെ ഈ 40 വർഷത്തോളം ഈ മന്ന ദൈവം അവർക്ക് കൊടുത്തു. കനാനിൽ എത്തിയതിന് ശേഷം പിന്നെ വൃക്ഷഫലങ്ങളും കായ്കനികളും ഒക്കെ അവർക്ക് ഭക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ അവർ മരുഭൂമിയിലായതുകൊണ്ട് അതിനുള്ള സാധ്യത അവർക്കില്ലല്ലോ. അതുകൊണ്ടാണ് ദൈവം
അത്ഭുതകരമായ മന്ന അവർക്ക് ഇവിടെ വീഴ്ത്തി കൊടുക്കുന്നത്. ഓരോ സാഹചര്യം അനുസരിച്ചും നമ്മളെ വഴി നടത്തുവാൻ ദൈവം പര്യാപ്തനാണെന്നുള്ള ആ ഒരു വലിയ അനുഭവം, ആ ഒരു വലിയ വിശ്വാസം നമ്മെ ഭൂമിയിൽ നമ്മളെ വഴി നടത്തേണ്ടതാണ്. നമ്മളും ഇന്ന് ഈ ഭൂമിയാകുന്ന മരുഭൂമിയിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നവരാണ്. നമുക്കും ഇന്ന് സ്വർഗീയ മന്നയുണ്ടതാണ് വിശുദ്ധ കുർബാന. അത് ഭക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നു. എന്നാൽ പറുദീസയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ മന്നയുടെ ആവശ്യമില്ല. അതിന് പകരമുള്ള ക്രമീകരണം സർവശക്തനായ